നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെ ലൈവായി നിൽക്കുകയാണ്. ഓരോ ദിവസവും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള വാർത്ത വായിക്കുന്നു. ആ ദിവസം അവസാനിക്കുന്നതും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വായിച്ചു തന്നെയാണ്. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരവസ്ഥ. കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാവും അതൊക്കെ. ഇന്നിപ്പോൾ ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് ഇന്നിപ്പോൾ പരിഗണിക്കുന്നത്. SP ശശിധരൻ നേരിട്ട് ഹാജരായാണ് ഈ ഇടക്കാല റിപ്പോർട്ട്, അത് 4ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് ഇത് സമർപ്പിക്കുന്നതെന്ന പ്രത്യേകതയൊക്കെ ഉണ്ട് ഇന്നത്തെ ഇത്. ഡിസംബർ 3-നാണ് ഇതിന് മുമ്പ് കേസ് പരിഗണിച്ചത് കോടതി. അന്ന് CPM നേതാവ് പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള മെല്ലെപ്പോക്കിനെയൊക്കെ ഏറെ വിമർശിച്ചിരുന്നു കോടതി. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ കോടതി ചോദ്യം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് ഇന്ന് വയ്ക്കുന്ന റിപ്പോർട്ട് കുറ്റമറ്റതാവാൻ ഒരു ശ്രമം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനാണ് സാധ്യത. നോക്കാം, വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചൊക്കെ അറിയാനാവും. ഒപ്പം അമേരിക്ക തടവിലാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ ഇന്ന് US ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുകയാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി നടപടി ഉണ്ടാവുക. ലോകം ഉറ്റുനോക്കുകയാണ് മാൻഹട്ടിലേക്ക്. ഒപ്പം വെനസ്വേലയുടെ ദൈനംദിന ഭരണത്തിന് അമേരിക്കയ്ക്ക് പദ്ധതിയില്ല എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. യോഗ്യതയുള്ള ഒരു നേതാവിനെ കണ്ടെത്തും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരാമർശത്തിന് വിരുദ്ധമാണ് ഈ മാർക്കോയുടെ ഈ പുതിയ പരാമർശം. അങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. മറ്റു വാർത്തകളുമുണ്ട്.